Hey my dear beautiful souls, welcome back to my channel Divine Speaks. ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ ബർത്ത് സ്റ്റാർ അശ്വതി നക്ഷത്രത്തിൻ്റെ എന്താണ് ഈ മാസത്തെ എനർജി ലെവൽ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ മാസം ചേഞ്ചസ് ഉണ്ടാകുക, എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് ആണ് ലൈഫിൽ ഉണ്ടാകുക എന്ന് നമുക്കൊന്ന് നോക്കാം. അശ്വതി നക്ഷത്രത്തിൻ്റെ എനർജി ലെവൽസ്, ട്രാൻസ്ഫോർമേഷൻ എന്തൊക്കെയാണ്, കരിയറിൽ, ഫിനാൻസിൽ, ലൈഫിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ വരാൻ പോകുന്നത്, ഈ ഒരു ഒക്ടോബർ മന്തിൽ നടക്കുന്നത് നമുക്ക് നോക്കാം. ഏതൊക്കെ എനർജി ലെവൽസ് ആണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒക്ടോബർ മന്ത് ഉണ്ടാകുക, എന്തൊക്കെ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് കടന്നു പോകേണ്ടി വരിക, ജോലി, വിവാഹം, ധനം, ആരോഗ്യം, ഇതൊക്കെ ഏതവസ്ഥയിലാണ് ഉണ്ടാകുക. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, നമുക്കിവിടെ കാണാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ വയ്ക്കണം എന്നാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതിനുമുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ കരിയറിലോ ലൈഫിലോ പുതിയ ജോലിക്ക് വേണ്ടിയിട്ടോ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ കരിയറിൽ വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ചിന്തിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എന്നാണ് കാണാൻ കഴിയുന്നത്. ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ബിസിനസ്സിലായാലും അങ്ങനെ, അതായത് നമ്മൾ ധനം ചിലവഴിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും ലൈഫിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ചിന്തിച്ച് വേണം ഓരോ കാര്യങ്ങളിലും തീരുമാനം എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കുമല്ലോ ഒരു കുറച്ചൊന്ന് ചിന്തിച്ച് നമ്മുടെ ധനം നഷ്ടപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് അതിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കാൻ ചാൻസ്. അപ്പോൾ ആ മേഖലയിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. കാര്യങ്ങൾ ചെയ്യരുതെന്നല്ല, ചെയ്യാം, ആലോചിച്ച് ഉറപ്പിച്ച് വേണം ചെയ്യാൻ. യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, യാത്രകൾ നിങ്ങൾക്ക് പുതിയ ജോലിക്കോ യാത്രകൾ ചെയ്യുന്നതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പുതിയ റിലേഷൻഷിപ്പ് ഒക്കെ കിട്ടാൻ അവസരം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പിതാവിൽ നിന്ന്, നിങ്ങളുടെ അച്ഛനിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തുള്ളവരിൽ നിന്നൊക്കെ ഉപദേശമോ ഒക്കെ ലഭിക്കാൻ ഇടയുണ്ടെന്നാണ് ഈ മാസം കാണുന്നത്. ഓക്കെ, നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പൈസ അല്ലെങ്കിൽ പണം വിനിയോഗിക്കും. എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വീട് പുതുക്കി പണിയുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയൊക്കെ ചെലവഴിക്കാം. അതുപോലെ തന്നെ വീട്ടിലുള്ളവർ മുതിർന്നവരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായത്തോട് ചിലപ്പോൾ അവർ യോജിക്കാതെ വരുമ്പോഴൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആണ് ഈ ഒരു മന്ത് അല്ലെങ്കിൽ ഈ റീഡിങ്ങിൽ എനിക്ക് കാണാൻ കഴിയുന്നത്. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തലവേദനയോ അങ്ങനെ ചെറിയ അസുഖങ്ങളൊക്കെ എപ്പോഴും കോമൺ ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ വയ്യായികകൾ ഉണ്ടല്ലോ, അത് നിങ്ങൾക്കും ഈ മന്തിൽ ചിലപ്പോൾ ഒക്കെ അനുഭവപ്പെടാം. നിങ്ങൾ ഈ സമയം യോഗ, മെഡിറ്റേഷൻ അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, എല്ലാ കാര്യങ്ങളിലും ഒരു ചിന്ത മാത്രം പോരാ, ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല, പ്രവർത്തിക്കേണ്ട സമയം കൂടിയാണ്. അപ്പോൾ അത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഒക്കെ വലിയ ചേഞ്ചസ് ഒന്നും വരുന്നതായിട്ട് കാണുന്നില്ല.
പക്ഷെ നിങ്ങൾ കുറച്ച് ചിലവാക്കുന്നുണ്ട്, കുടുംബത്തിലേക്ക് വേണ്ടിയൊക്കെ കുറച്ച് പൈസ ചിലവാക്കുന്നുണ്ട്. അതുപോലെ വിദ്യാർത്ഥികളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ട സമയമാണ്. പഠിക്കാനുള്ളതൊക്കെ പുതിയ മത്സര പരീക്ഷകൾ എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വിജയ സാധ്യതയൊക്കെ കൂടുതലാണ്, അത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വിദേശത്തൊക്കെ പോകാനുള്ള സമയമാണ്. ചിലപ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ വരാം, പക്ഷെ അത് മാറും, ഫ്യൂച്ചറിൽ അത് മാറും. ചിലപ്പോൾ ഈ മാസം നിങ്ങൾ പോകാൻ വേണ്ടി പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നടന്നില്ല എന്ന് വരാം. മറ്റ് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര കാണുന്നുണ്ട്, പക്ഷെ എബ്രോഡ് പോകുന്നതിനുള്ള അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കരുതിയിരുന്നു, പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ അന്ന് നീണ്ടുപോകാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലാതെ യാത്രകൾ ഈ മാസം നിങ്ങൾക്ക് ഉണ്ടാകാനുണ്ട്. നിങ്ങൾ യാത്ര ചെയ്യും, ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി യാത്ര ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് നല്ല ഒരുപാട് പ്രതീക്ഷകളാണ് ഫാമിലിയെ കുറിച്ച്. അതൊക്കെ നിങ്ങൾ എന്താ ആ ഒരു പ്രതീക്ഷകൾ നിങ്ങൾ ഫാമിലിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഫാമിലി ലൈഫിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കരുതിയിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എനർജി നമുക്ക് നേരത്തെ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവാം നമ്മുടെ എനർജി ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ തന്നെ നമുക്കത് കുറച്ചൊന്ന് കുറയ്ക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ച് എന്താ പറയുക, ഒരു ചെറിയൊരു സംയമനമൊക്കെ പാലിക്കണം. ഓക്കെ, യാത്രകൾ അനിവാര്യമാണ്, അത് പോകേണ്ടതായിട്ട് വരും. വീട്ടിലെ മുതിർന്നവരിൽ നിന്നുള്ള ഉപദേശം അല്ലെങ്കിൽ അവരുടെ സജഷൻസ് ഒക്കെ നിങ്ങൾ ലിസൺ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, എന്ത് കാര്യത്തിലും ഞാൻ പറഞ്ഞല്ലോ, വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനും ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി അന്വേഷിക്കാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. അതിനുവേണ്ടിയുള്ള യാത്രകൾ, മീറ്റിങ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ വിജയത്തിലേക്ക് എത്താനുള്ള ചാൻസസും ഉണ്ട്. ഒരു 80% വിജയത്തിലേക്ക് തന്നെ എത്തുകയും ചെയ്യും. ഓക്കെ, പക്ഷെ ആദ്യമേ തന്നെ നമുക്ക് കിട്ടിയത് മെജിഷ്യനാണ്, മേജർ അർക്കാനാണ്. മെജിഷ്യൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കരുത് എന്നാണ്, മനസ്സിലാവുന്നില്ലേ. നമ്മൾ എഫേർട്ട് ഇട്ട് കൊടുക്കുക, എല്ലാ കാര്യത്തിലും നമ്മുടെ എഫേർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണോ നമുക്ക് റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്, നമുക്ക് നമ്മുടെ ലൈഫ് നല്ല ഫുൾഫിൽ ചെയ്യാനുള്ള റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അത് എന്തൊക്കെയാണോ ചുറ്റിലുള്ളത്, എന്തൊക്കെ സാഹചര്യങ്ങളാണോ ചുറ്റിലുള്ളത്, അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നാണ് പറയുക. ഓക്കെ, പ്രയോജനപ്പെടുത്തണം. മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്ന് ചിന്തിച്ച്, നിങ്ങളിപ്പോൾ ബിസിനസ് ആണ് അല്ലെങ്കിൽ ബിസിനസ് ആണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഒരു ബിസിനസ് വുമൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി പുതിയ പ്രോജക്റ്റ് എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ച്, ഒന്ന് ശ്രദ്ധിച്ച് വേണം അതിലേക്ക് പോകാൻ. ഫിനാൻഷ്യലി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കുടുംബത്തിലേക്കൊക്കെ ചിലവാക്കുന്നതല്ലാതെ ഒരു സ്റ്റേബിൾ കണ്ടീഷനാണ്. എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഈ മാസം അങ്ങനെ തന്നെ പോകാനാണ്. വലുതായിട്ട് എന്താ പണം വരാനുള്ള സോഴ്സസ് കാണുന്നില്ല. ഓക്കെ, ഇതാണ് നിങ്ങളുടെ അശ്വതി നക്ഷത്രത്തിലുള്ളവരുടെ ഒക്ടോബർ മന്ത് റീഡിങ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങൾ ഫാമിലിയുമായിട്ടൊക്കെ നല്ല ചെറിയ ചെറിയ സ്വരച്ചേർച്ച ഉണ്ടായാലും അതൊക്കെ നിങ്ങളായിട്ട് തന്നെ അറിഞ്ഞ് മനസ്സിലാക്കി അത് എന്താ പറയാ, അത് സോൾവ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വളരെ നല്ലൊരു ലൈഫ് അല്ലെങ്കിൽ നല്ലൊരു ഹാപ്പി എൻഡിങ് ആണ്. അതായത് ഈ മാസം മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. യാത്രകളൊക്കെ ചെയ്യേണ്ടതായി വരും. ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ്. നിങ്ങളുടെ ചിന്ത എപ്പോഴും ഫാമിലിയെ കുറിച്ചാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹിതരല്ല എന്നുണ്ടെങ്കിൽ വിവാഹത്തെക്കുറിച്ചായിരിക്കും. ചിലപ്പോൾ ഈ യാത്രകളിലൂടെ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താ പറയാ പേഴ്സണെ കണ്ടെത്താനുള്ള ചാൻസസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് അശ്വതി നക്ഷത്രത്തിൽ ഉള്ളവരുടെ റീഡിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. ഓക്കെ, ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അതുപോലെ നിങ്ങൾക്കിത് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ
ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇതൊരു ജനറിക് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ എനർജി എന്താണെന്ന് എനിക്കറിയില്ല. അല്ലാതെ ജനറിക് ആയിട്ട് എടുത്തിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിന് ലൈക്ക് ഒക്കെ നൽകുക. ഓക്കെ. അപ്പോൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങൾ മാത്രം, പോസിറ്റീവ് എനർജി മാത്രം അട്രാക്ട് ചെയ്യുക, ബാക്കിയൊക്കെ സ്കിപ്പ് ചെയ്യുക. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.